തടിച്ച മത്തി കിട്ടിയിട്ടുണ്ട്. നല്ല പലഞ്ഞീനൊക്കെയുള്ള മത്തിയില്ലേ. പലഞ്ഞീൻ എന്ന് പറഞ്ഞാല് മീനിന്റെ മുട്ടയില്ലേ, അതിനാണ് ഞാൻ പലഞ്ഞീൻ എന്ന് പറയുന്നത് കേട്ടോ. ഓരോ നാട്ടിൽ ഓരോന്ന് പറയാറുണ്ട്. അപ്പൊ നല്ല തടിച്ച അടിപൊളി മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടംപുളിയൊക്കെ ഇട്ട് വെച്ച എന്താ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. വാ. ഞാനിവിടെ 1/2 കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത്. അത് അത്യാവശ്യം നല്ല സൈസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നടുവേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ചെറിയ മത്തിയാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ആവശ്യത്തിന് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നു. ആദ്യം ഞാൻ കല്ലുപ്പാണ് ചേർക്കാറ്, പിന്നീട് അളവനുസരിച്ചാണ് പൊടിയുപ്പ് ചേർത്ത് കൊടുക്കാറുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച്, അതായത് ഈ ഒരു കുഞ്ഞു സ്പൂണിന് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 സ്പൂൺ, ഈ ഒരു കുഞ്ഞു സ്പൂണിന് 3 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ എരിവ് അനുസരിച്ച് എത്ര വേണമെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം കേട്ടോ. എനിക്ക് അധികം എരിവ് വേണ്ട, അതുകൊണ്ടാണ്. പിന്നെ വലിയ 2 പച്ചമുളക് നടുവേ കീറി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു 3-4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കട്ട് ചെയ്ത് കുനുകുനാന്ന് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഓവറാക്കരുത്, വെള്ളം ഓവറായി പോയാൽ പിന്നെ ഇത് അട്ടർ ഫ്ലോപ്പ് ആയിപ്പോയി. അതുകൊണ്ട് ഓവർ വെള്ളം ചേർക്കരുത്. ഇനി ആവശ്യത്തിനായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് ഇളക്കി നോക്കാം. ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓവർ വെള്ളമായാൽ ആ കറിയുടെ ഒരു സംഭവമേ അങ്ങ് കൈവിട്ട് പോകും. പിന്നെ ഇടത്തരം വലിപ്പമുള്ള 3 കൊടംപുളിയാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. വാളംപുളി ഞാൻ ചേർക്കാറില്ല മീൻകറിയിൽ. അപ്പോൾ ഒന്നുകൂടി പറയാം. മത്തിയിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തു, പിന്നീട് മഞ്ഞപ്പൊടി കുറച്ച് ചേർത്തു, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ചേർത്തു, പിന്നെ പച്ചമുളക്, അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊടംപുളിയും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് സ്റ്റൗവിൽ വെച്ച് വേവിക്കാം. അപ്പോൾ അത് വേകുന്ന സമയത്ത് ഒരു അരമുറി തേങ്ങ മുഴുവനും ചിരണ്ടി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ എങ്ങനെയാണ് കണക്കിന് വെള്ളം ഒഴിച്ച് തേങ്ങാപ്പാൽ ആക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഇതിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തേങ്ങയുടെ ഒപ്പം മാത്രമേ വെള്ളം ഒഴിക്കാവൂ. ഒരിക്കലും തേങ്ങേൻ്റെ മേലെ വെള്ളം നിൽക്കാൻ പാടില്ല. കണ്ടില്ലേ, തേങ്ങയുടെ ഒപ്പത്തിനാണ് വെള്ളം നിൽക്കുന്നത്. നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ച് പാലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മത്തി എന്തായി നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ചപാട് ഇതിലേക്ക് ഒരിക്കലും പാല് ചേർക്കരുത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക, അതായത് അടിയിലൊക്കെ പിടിച്ചോ അല്ലെങ്കിൽ ഇളക്കാനൊന്ന് ജസ്റ്റ് നോക്കുക. അതിനുശേഷം ഇതിനെ അങ്ങ് സിമ്മിലിടുക. നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിനെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതിനെ സിമ്മിലിട്ടിട്ട് വേണം ബാക്കി പാകമാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണക്കിന് മാത്രമേ വെള്ളം ഒഴിച്ച് കൊടുക്കാവൂ. പിന്നെ ഈ വെള്ളം കുറച്ചൊന്ന് എന്താ പറയുക വറ്റി വരാനാവുമ്പോഴാണ് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ഓവർ വെള്ളം ചേർത്തിട്ട് വേവിക്കാൻ വെക്കരുത് എന്ന്. ഇനി നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ കുറച്ച് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇത് ഞാൻ സിമ്മിലിട്ടിട്ടാണ് ഇങ്ങനെ ആക്കി എടുത്തത്. അപ്പോൾ നല്ലോണം ഈ സംഭവങ്ങളൊക്കെ വെന്ത് വന്നു, വെള്ളവും വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ തേങ്ങാപ്പാലങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്ന സമയത്തും അതിലേക്ക് ഓവർ വെള്ളം ചേർത്തിട്ട് പിഴിയരുത് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള പാല് തന്നെ വേണം, എങ്കിലേ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. എന്നോട് എല്ലാവരും പറയും നീ വെക്കുന്ന പോലെ ഞാൻ മീൻ കറി വെച്ചു എന്ന്. പക്ഷേ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഓവർ വെള്ളം ചേർത്തിട്ട് അങ്ങ് അരയ്ക്കും. എന്നിട്ട് തേങ്ങാപ്പാലിൻ്റെ കറിയാണെന്ന് പറഞ്ഞിട്ട് ടേസ്റ്റ് ഉണ്ടാവണമെന്നില്ല. നല്ല കുറുകിയ തേങ്ങാപ്പാലാണെങ്കിൽ ഈ ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് മത്തി മാത്രമല്ല കേട്ടോ, നമുക്ക് ഏത് മീനും ഈ ഒരു രീതിയിൽ വെച്ചാൽ സൂപ്പർ ആയിരിക്കും. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഫുള്ളിലേക്ക് അങ്ങ് ഇടുക. അതായത് ഇനി ഇത് വെന്ത് ഈ തേങ്ങാപ്പാൽ തിളച്ചു കുറുകി വരണം. കണ്ടില്ലേ, ഫുൾ ഫ്ലെയിമിലേക്ക് ഇട്ടപ്പോഴത്തേക്ക് അതൊന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടി കുറുക്കിയെടുക്കണം. കുറുക്കിയെടുത്താൽ ഇതിന് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇപ്പം നമ്മൾ ഒഴിച്ചപാടെ അത് കുറച്ച് ലൂസായിട്ടായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ ഇതിനെ നമ്മൾ തിളച്ചതിന് ശേഷം എന്ത് വേണം, ഫ്ലെയിം സിമ്മിലേക്ക് ഇട്ടിട്ട് ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ കറി വെച്ചാൽ. അപ്പോൾ കൊടംപുളീൻ്റെ കൂടെ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അല്ലാതെ നിങ്ങൾ വാളംപുളി ഇട്ടിട്ട് അതിന് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല എല്ലാവർക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇത് കുറുകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇത് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം നമ്മൾ സിമ്മിലിട്ടിട്ട് വേണം ഇത് തിളപ്പിച്ച് കുറുക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഉപ്പും പുളിയൊക്കെ നല്ല പാകത്തിനായെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കറി പാകമാക്കി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇത് നല്ലോണം തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചട്ടി ആയതുകൊണ്ട് തന്നെ സിമ്മിലിട്ടാലും നല്ലോണം തിളച്ചോളും.
അപ്പോൾ അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ആ ഉപ്പ് ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഈ കുടംപുളി ചേർക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പുളി കറിക്ക് ആവശ്യത്തിനായതിനു ശേഷം ഈ കുടംപുളി എടുത്ത് മാറ്റി വെക്കണം. അതായത് ഈ കറിയിൽ തന്നെ കുടംപുളി കിടന്നു കഴിഞ്ഞാൽ അത് കിടക്കും തോറും പുളി കൂടിക്കൊണ്ടേയിരിക്കും. ഈ മീൻകറിയൊക്കെ നാളത്തേക്ക് വെച്ചതിൻ്റെ പിറ്റേ ദിവസത്തേക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് കുറച്ച് ചോറൊക്കെ ഇട്ടിട്ട് അങ്ങ് ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് അങ്ങ് കുഴച്ച് കഴിച്ചാൽ എൻ്റെ പൊന്നോ, ആ ഒരു ടേസ്റ്റ് പറയാൻ പറ്റൂല. അപ്പോൾ ഇത് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏത് കറിയായാലും ഏത് മീനായാലും നമുക്ക് ഇങ്ങനെ വെച്ചാൽ പൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഇത് കുറുക്കി എടുക്കണമെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.